മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ എയിം ചെയ്യേണ്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ CMI എന്നുള്ളത്. ചെന്നൈയിൽ നിന്നും 30 കിലോമീറ്റർ അകലെ സിരുശ്ശേരിയിലാണ് ഈ ക്യാമ്പസ്. ലോകത്തിലെ തന്നെ മാത്തമാറ്റിക്സ് ഫീൽഡിൽ നിരന്തരം റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പാരീസ് എന്നുള്ളത്. പാരീസിലെ ENS എന്ന് പറയുന്ന സ്ഥാപനം. ENSലേക്ക് ആക്റ്റീവായിട്ട് സ്റ്റുഡൻറ് എക്സ്ചേഞ്ച് പ്രോഗ്രാം CMIയിൽ നടന്നു വരാറുണ്ട്. അതോടൊപ്പം IITകൾ, ഐസറുകൾ, TIFR, ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാൻഫോർഡ്, ഹാർവാർഡ് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം സ്ഥാപനങ്ങളിലേക്ക് CMIയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോകാറുണ്ട്. എന്തൊക്കെയാണ് CMIയിലെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ? CMIയിലെ ക്യാമ്പസ് പ്ലേസ്മെന്റ്സ് വളരെ ഫേമസ് ആണ്. അനലിറ്റിക്സ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, ഹെൽത്ത് കെയർ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ഫീൽഡുകളിലേക്ക് CMIയിലെ വിദ്യാർത്ഥികൾ ഗ്രാജുവേറ്റ്സിന് പ്ലേസ്മെന്റ് കിട്ടാറുണ്ട്. എന്തൊക്കെയാണ് അവിടെയുള്ള കോഴ്സുകൾ, എങ്ങനെ അഡ്മിഷൻ നേടാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു എക്സാൻവൈ ലേണിംഗ്. CMIയിലുള്ള കോഴ്സുകൾ പ്രധാനമായിട്ടും UG PG പ്രോഗ്രാമുകളാണ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുള്ളത്. ഇതോടൊപ്പം PhD പ്രോഗ്രാമും അവൈലബിൾ ആണ്. എക്സ്ക്ലൂസീവ്ലി മാത്തമാറ്റിക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് BSc ഓണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, BSc ഓണേഴ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് 3 വർഷത്തെ കോഴ്സുകളാണ്. MSc ഇൻ മാത്തമാറ്റിക്സ്, MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്, MSc ഇൻ ഡാറ്റാ സയൻസ്. മാത്തമാറ്റിക്സ് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മാത്തമാറ്റിക്സ് കോർ ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഡാറ്റാ സയൻസ് ഫീൽഡിലൊക്കെ എക്സൽ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് നമുക്കറിയാം അല്ലെ. സോ ഇത്തരത്തിലുള്ള കോഴ്സുകളാണ് UG PG പ്രോഗ്രാംസ് CMIയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾ അവർക്ക് BSc ഓണേഴ്സ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, BSc ഓണേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ വിത്ത് ഫിസിക്സ് മാത്തമാറ്റിക്സ് കോമ്പിനേഷന് ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ 12th സ്ട്രോങ് മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് പഠിച്ചിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് +2 മാത്സ് കോമ്പിനേഷനിൽ ഈ പറയുന്ന +2 പഠനം പൂർത്തിയാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് UG തലത്തിൽ CMIയിൽ ചെന്നൈയിൽ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനുള്ള അവസരം എന്നുള്ളത് ഓർമ്മിക്കുക. അഡ്മിഷൻ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ CMI തന്നെ നേരിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. അത് ക്വാളിഫൈ ചെയ്താൽ മാത്രമാണ് ഇവിടേക്കുള്ള അഡ്മിഷൻ. ഡേറ്റ് ഓഫ് എൻട്രൻസ് എക്സാം അടുത്ത അക്കാഡമിക് ഇയറിലേക്കുള്ള എൻട്രൻസ് പരീക്ഷ തുടങ്ങുന്ന ഡേറ്റ്, നടക്കുന്ന ഡേറ്റ് 2025 മെയ് 24 ശനിയാഴ്ചയാണ്. ഓൾറെഡി ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കും ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. 2025 മെയ് 24 എന്ന് പറയുന്ന ഡേറ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇനി ഈ പറയുന്ന കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് CMIയിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള കുറച്ച് വഴികൾ കൂടെ ഉണ്ട്. അപ്പോൾ ആ വഴികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് എക്സാംസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. സ്കൂൾ തലത്തിൽ, ഹൈസ്കൂൾ മുതൽ +2 തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ എഴുതാവുന്ന നിരവധി ഒളിമ്പ്യാഡുകൾ എക്സാൻവൈ ലേണിംഗിന്റെ വിവിധ ചാനലുകളിലായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സാൻവൈ ഒളിമ്പ്യാഡ്സ് എന്ന് പറഞ്ഞിട്ട് എക്സ്ക്ലൂസീവ് ചാനൽ തന്നെ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് വിവിധ ഒളിമ്പ്യാഡുകൾക്കുള്ള എക്സ്ക്ലൂസീവ് ഫ്രീ കോച്ചിങ്ങുകൾ, അതിന്റെ അപ്ഡേറ്റ്സ്, അതിനെങ്ങനെ പഠിക്കണം, സ്ട്രാറ്റജീസ്, കാര്യങ്ങളൊക്കെ നമ്മൾ ആ ചാനലിലൂടെ വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ വിവിധ ഒളിമ്പ്യാഡുകൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് സ്റ്റുഡൻസ് വിത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ്സ് ഇൻ ദി ഫോളോയിങ് ഒളിമ്പ്യാഡ്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം റൈറ്റിംഗ് ദ BSc എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ CMI നടത്തുന്ന എക്സാം എഴുതാതെ ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ പോസിബിൾ ആണ്. ആർക്ക്? ഈ പറയുന്ന ഒളിമ്പ്യാഡുകൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക്. ഏതൊക്കെയാണ് ഒളിമ്പ്യാഡ് എന്നുള്ളത് നോക്കാം. നാഷണൽ ഒളിമ്പ്യാഡ്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് കണ്ടക്ടഡ് ബൈ HBSC, അതാണ് ഒരു വഴി എന്നുള്ളത്. രണ്ടാമത്തെ വഴി ഇന്ത്യൻ കമ്പ്യൂട്ടിംഗ് ഒളിമ്പ്യാഡ് കണ്ടക്ടഡ് ബൈ IARCS എന്ന് പറയുന്ന ഒളിമ്പ്യാഡ്. ഇനി സ്റ്റുഡൻസ് ഹു ആർ ക്വാളിഫൈഡ് ഫോർ ഈ പറയുന്ന 3 ഒളിമ്പ്യാഡുകൾ കൂടെ ഉണ്ട്. ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ട്രെയിനിങ് ക്യാമ്പ് IMOTC ഓർ യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ട്രെയിനിങ് ക്യാമ്പ് EGMOTC ഇൻ ക്ലാസ് 11 ഓർ ക്ലാസ് 12. 11ലോ 12ലോ ഈ പറയുന്ന ക്യാമ്പുകളിൽ, അതായത് ഒളിമ്പ്യാഡ് എക്സാമുകൾ ക്വാളിഫൈ ചെയ്ത് ട്രെയിനിങ് ക്യാമ്പുകളിലേക്ക് എത്തിയിട്ടുള്ള കുട്ടികൾക്ക് ഈ CMIയിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ പോസിബിൾ ആണ്. ഇനി നെക്സ്റ്റ് ഓറിയന്റേഷൻ കം സെലക്ഷൻ ക്യാമ്പ് OCSC ഇൻ ഫിസിക്സ് ഇൻ ക്ലാസ് 11 ഓർ ക്ലാസ് 12. OCSC എന്ന് പറയുന്ന ഒളിമ്പ്യാഡ് ഓറിയന്റേഷൻ കം സെലക്ഷൻ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള കുട്ടികൾ. ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് ഇൻഫോർമാറ്റിക്സ് ട്രെയിനിങ് ക്യാമ്പ് IOITC എന്ന് പറയുന്ന ഒളിമ്പ്യാഡ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഓർ ഹാവ് റിസീവ്ഡ് എ ഗോൾഡ് ഓർ സിൽവർ മെഡൽ അറ്റ് ദി ഇന്ത്യൻ നാഷണൽ ഒളിമ്പ്യാഡ് ഇൻ ഇൻഫോർമാറ്റിക്സ് INOIA എന്ന് പറയുന്ന 11th-ലോ 12th-ലോ അവർക്ക് ഒളിമ്പ്യാഡ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും CMIയിലേക്ക്, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്ലിക്കേഷൻസ് ഫോർ 2025-26 അഡ്മിഷൻസ് വിൽ ഓപ്പൺ അറൌണ്ട് 1st March 2025. 2025 മാർച്ച് 1 കൂടിയായിട്ടാണ് ഇതിന്റെ അപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുക. ഫർദർ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ എക്സാൻവൈ ലേണിംഗിന്റെ കരിയർ അപ്ഡേറ്റ്സ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ്.
കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ CMI അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത എന്നാൽ മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്ന മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് എയിം ചെയ്യാവുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമ്പസ് തന്നെയാണ് CMI എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എസ്പെഷ്യലി റിസർച്ച് ഫീൽഡിലൊക്കെ മാത്തമാറ്റിക്സ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ CMI ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ CMIയിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നമ്മൾ പറഞ്ഞു. അതിൽ ഒളിമ്പ്യാഡ്സ് എന്നുള്ള ഒരു സംഗതി അത് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന സ്കൂൾ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ് ആരെങ്കിലും സ്കൂൾ ലെവലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഒളിമ്പ്യാഡ് എക്സാമുകൾ അവർ ട്രൈ ചെയ്യാൻ അവരോട് പറയണം. അതായത് ഒളിമ്പ്യാഡ് എക്സാംസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോമ്പറ്റീറ്റീവ് എക്സാംസിലെ തന്നെ ടഫസ്റ്റ് എക്സാമുകളിൽപ്പെട്ട ഒളിമ്പ്യാഡുകളാണ്. ഗവൺമെന്റ് നടത്തുന്ന IOQM, NSCJS തുടങ്ങിയിട്ടുള്ള ഒളിമ്പ്യാഡുകളൊക്കെ. ഈ പറയുന്ന ഒളിമ്പ്യാഡ് എക്സാമുകൾ വിവിധ സ്റ്റേജുകളായിട്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഒളിമ്പ്യാഡുകൾ ക്രാക്ക് ചെയ്താൽ ഇതുപോലെയുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഡയറക്റ്റ് അഡ്മിഷൻസും പോസിബിൾ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. സോ എല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഓൾ.